ആണ് നമ്മുടെ നാട്ടിലൊക്കെ അമ്മയ്ക്ക് ഇനി ആർക്കാണോ ഇഷ്ടം നല്ലപോലെ ഇഷ്ടമുള്ളത് അവർക്ക് മാത്രമേ ഈ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുള്ളൂ. അങ്ങനെ വെക്കും. ഇടുപ്പിലാണ് ഉളുക്ക് പറ്റി പറഞ്ഞാൽ ഇടുപ്പിലാണ് വെക്കുക. ഇതാണ് അമ്മ. അമ്മനെന്ന് കാണിക്കും. രണ്ടും നല്ല ഡിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ കണ്ടിട്ട് സാധനം വളഞ്ഞു എടുക്കുന്നു. അതാണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഉളുക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ സംഭവം. ഇപ്പൊ നിങ്ങളിത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല അല്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? ഓ കൊതിക്കൂടും, ഞാൻ തേളിനൂടും, ഭക്ഷണത്തിനും മുള്ളിനൂടും, ചുവരിക്കൂടും, കണ്ണിനൂടും ഒക്കെ ചെയ്യും. ഏട്ടോ ഇങ്ങോട്ട് നോക്കി, മരുന്നും സർജറിയും ഇല്ലാതെ ശരീരത്തിന്റെ ഉളുക്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ പാലക്കാട് അല്ലേ? അതായത് ഞാനിത് 10 വർഷം മുമ്പേ എടുത്തിട്ടുണ്ട്. സംഭവം എനിക്കിത് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം അനുഭവം വരുമ്പോഴല്ലേ വിശ്വസിക്കുക. അപ്പം ഞാൻ, എൻ്റെ ഏട്ടൻ എല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു തവണ ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒന്നും മാറിയില്ല. പക്ഷേ ഒരു അമ്മയുണ്ട് നമ്മുടെ അവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ അവിടെ എല്ലാവിടെയും ഉണ്ടാവും ഇതുപോലെ ഒരു അമ്മ. പക്ഷേ നമ്മൾക്കിത് ഭയങ്കര വിശ്വാസമാണ്. അത് എന്താണെന്ന് കാണിച്ചാൽ, എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വീടെത്തിയപ്പോഴാണ് എനിക്ക് ആ ഉളുക്കിൻ്റെ മനോഭാവം അനുഭവപ്പെട്ടത്. പിന്നെ നോക്കുമ്പോൾ ഭയങ്കര പെയിൻ പറഞ്ഞാൽ ഭയങ്കര പെയിൻ, എണീക്കാനോ നിൽക്കാനോ നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ ഒന്ന് പോയി എടുത്തു. അതിൻ്റെ ഒരു സമാധാനം ഇപ്പം നിൽക്കുമ്പോഴുണ്ട്. അത് നിങ്ങൾക്ക് വിചാരിക്കും എനിക്കൊരു ഒന്നുമില്ല അതുകൊണ്ടായിരുന്നു. പക്ഷേ നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെ. ഇപ്പം ഇന്ന് ചെറിയൊരു സമാധാനമാണ്. അപ്പോൾ ഇന്ന് രാവിലെയും വൈകുന്നേരം കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നേരിട്ട് തന്നെ കാണിച്ചുതരാം. നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും അത് ബോധ്യമാവും. ഇതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഉളുക്ക് ഈ കൊളുത്തിപ്പിടിക്കുക, ഉളുക്കെടുക്കുക, പെട്ടെന്ന് ഈ ഇപ്പോൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഈ ഗ്യാസ് കയറിയിട്ട് അത് പോകാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അത് മെഡിക്കൽ സയൻസിൽ വന്നിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷനൊക്കെ എടുക്കും. പക്ഷേ ഇവിടെ ഞങ്ങളുടെ പാലക്കാട് വന്നിട്ട് ഇത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം മുത്തശ്ശിമാർ പണ്ടത്തെ മന്ത്രവാദം എന്നൊക്കെ ചിലർ പറയാം, വിശ്വാസം എന്നും പറയാം. അതായത് ഊതിയിട്ടാണ് എടുക്കുന്നത് അമ്മ, ഭസ്മം കൊണ്ടൊക്കെ ഊതിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു മന്ത്രവാദമാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ആ രീതിയിലാണോ ചോദിച്ചാൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, വിശ്വസിക്കുന്നവർക്ക് ഓക്കെ. ശാസ്ത്രം എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. 2-3 തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല കൂടുതലും, മാക്സിമം. പക്ഷെ ഇടുപ്പ് വേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ ഉളുക്കും ഇടുപ്പ് വേദനയും തമ്മിൽ ഭയങ്കര എൻ്റർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഉളുക്കാണ് മെയിനായിട്ട് മാറുക. അത് കൺഫേമായി മാറും. എനിക്ക് അനുഭവമാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഇത് ഞാൻ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ഇടാനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ഇതൊന്ന് ജനങ്ങളൊന്ന് അറിയിക്കണമെന്ന്, ഈ അമ്മനെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ പരിപാടി ഇത് നേരിട്ട് കണ്ടാലും മനസ്സിലാവും. അതെ, കാണിച്ചു തരാം. ഓക്കെ, അതായത് നമ്മളിപ്പോഴേ ഉളുക്കെടുക്കാൻ വേണ്ടി അമ്മൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ വാഴക്കണയില്ലേ, വാഴക്കണ, അത് ഈ വാഴൻ്റെ ഇല, ആ ഇലയെല്ലാം കഴിഞ്ഞുള്ള തണ്ട്, ആ തണ്ടിന് നമ്മൾ 2ആയിട്ട് വിടർത്തും. എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ്, ഇപ്പം ഞാൻ അമ്മനെയാണ് കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്, അമ്മൻ്റെയും എൻ്റെയും ഇടുപ്പിൽ ഇങ്ങനെ വെക്കും. ഇടുപ്പിലാണ് ഉളുക്ക് പറ്റി പറഞ്ഞാൽ ഇടുപ്പിലാണ് വെക്കുക. ഇത് എവിടെയാണ് ഉളുക്ക് പറ്റി പറഞ്ഞാൽ അവിടെയാണ് അമ്മ വെച്ചിട്ട് ചെയ്യുക. ഇതാണ് വാഴത്തണ്ട്. ഈ വാഴക്കണ്ണനെ നമ്മൾ 2 പേരുടെയും ഇടുപ്പിൽ വയ്ക്കും. അമ്മൻ്റെ ഇടുപ്പിൽ വയ്ക്കും, എൻ്റെ ഇടുപ്പിൽ വയ്ക്കും. ഇതാണ് അമ്മ. അമ്മനെ ഒന്ന് കാണിക്കും. ഈ വാഴക്കനിക്ക് ഒന്ന് സൂം ചെയ്യണം കേട്ടോ. അത് തനിയെ ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഊതുക പറയും. നമ്മുടെ ഈ അമ്മയുടെ പേര് ശാരദാമ്മ എന്ന പേര്. വാഴക്കനിക്ക് ഒന്ന് സൂം ചെയ്തോട്ടോ. എന്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. വാഴക്കന അടുക്കും. അത് നോക്കിയോ. അതായത് ഉളുക്കുണ്ടെങ്കിൽ അടുക്കും, ഉളുക്കില്ലെങ്കിൽ അടുക്കില്ല. അതാണ് ഇതിൻ്റെ സംഭവം. രണ്ടുപേരിങ്ങനെ ഇടുപ്പിൽ വെച്ചേക്കാം. അടുക്കണമെന്ന് കാണിച്ചു കൊടുക്ക്. അല്ല, അമ്മ എടുത്ത് കണ്ടിട്ട് ആദ്യം വെക്കുമ്പോൾ രണ്ടും നല്ല ഡിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ കണ്ടിട്ട് സാധനം വളഞ്ഞ് എടുക്കുന്നു. അതാണ് ഒരു പ്രോസസ്സ്. ഉണ്ട് ഗ്യാപ്പ് ഓർമ്മ വന്നിട്ട്
ഇത് നമുക്ക് ഗ്യാപ്പ് ആദ്യം വയ്ക്കുമ്പോൾ രണ്ടും ഒപ്പമായിരുന്നു. ഇത് ഊതി കഴിയുമ്പോൾ നമ്മുടെ ഇടുപ്പിൽ ഉളുക്കുള്ളതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ വളഞ്ഞ് വരുന്നത്. ഉണ്ടല്ലേ? അത് വെക്കുമ്പോൾ നല്ല ഡിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് കൂട്ടി യോജിച്ചു. ആണ് ഉളുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഭവം. എടുത്തോട്ടെ. ഈ വെട്ടുന്നതോടുകൂടി ഇടുപ്പിൽ ഉളുക്കം പോകുമെന്നാണ് പറയുന്നത്. സ്ട്രെയിറ്റായിട്ട് വെച്ച ഭാഗത്തുണ്ട് രണ്ടും കെട്ട് പടഞ്ഞ പോലെയാണ്. ഇത് കത്തി കൊണ്ട് വെട്ടുന്നതോടുകൂടി ആ ഉളുക്കം പോകുമെന്നാണ് വിശ്വാസം. ജാനം വെട്ടിയിട്ട് അത് കളയും, ചാലിൽ കൊണ്ട് കളയും. അത് കെട്ടിയും കൊണ്ട് അതങ്ങനെ കളയാണ് ചെയ്യുക. അതാ ഞാനിത് പറയല്ല കേട്ടോ, ഇത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഇതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഇന്നലെ സംഭവിച്ചപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അമ്മേൻ്റെ അടുത്ത് വന്ന് അമ്മയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് പ്രോസസ്സിങ്. ഇനി വൈകുന്നേരം ഒന്നും കൂടി എടുക്കും. 3 തവണ എടുക്കണം എന്നാണ് പറയുക. 3 തവണ എടുത്താൽ കംപ്ലീറ്റ് ആയി മാറി. എനിക്ക് നല്ല അനുഭവമുള്ള കാര്യമുണ്ട്. എനിക്ക് കുറേ തവണ മാറിയിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പും എനിക്ക് ഇതേപോലെ വന്നിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം വന്ന സമ്മർദ്ദം. ആർക്കും ഉളുക്ക് പറ്റാമല്ലോ. അങ്ങനെ ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇപ്പം നിങ്ങളിത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല അല്ലേ? ഇത് പറഞ്ഞു കൊടുത്താൽ എന്താ സംഭവിക്കുക? പിന്നെ ഫലിക്കില്ല അല്ലേ? അപ്പോൾ സംഭവം മനസ്സിലല്ലേ, ഇത് തലമുറ തന്നെ ഒരു പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഈ സിദ്ധി വന്നിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് മോൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ പുള്ളിക്കാരി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കും അല്ലേ? അവസാന കാലത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു. ഇത് വേറെ പുറത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല എന്ന് പറയുക. പിന്നെ ഫലിക്കില്ല അല്ലേ? അപ്പം ഇത് എന്തിനൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം ഇങ്ങനെ ഉളുക്ക് ചെയ്യാം, കൊതിപെട്ടാ ചെയ്യാൻ പറ്റില്ലേ? കൊതിക്കൂതും, ഞാൻ തേളിനൂതും, ഭക്ഷണത്തിനും മുള്ളിനൂതും, ചുവരിക്കൂതും, കണ്ണിനൂതും ഒക്കെ ചെയ്യും. പേടിക്കൂതും, ചെറിയ കുട്ടികൾ ഈ ചെറിയ കുട്ടികൾ ഈ ഉറക്കം ഈ സന്ധ്യാസമയത്ത് എന്തെങ്കിലും കണ്ട് പേടിക്കുക, അല്ലെങ്കിൽ ഉറക്കമൊന്നുമില്ലെങ്കിൽ വന്ന് ഊതി കൈ സ്വയം ഉറങ്ങുന്നതാണ് വിശ്വാസം. ഇത് നമ്മുടെ പാലക്കാട് മെയിൻ ആയിട്ടുള്ള സംഭവമാണിത് അല്ലേ? ഈ ഊത് ഉളുക്കെടുക്കുക, അതൊക്കെ ഇപ്പം പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ കൂതും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അത് പറയുക. ഞാൻ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലേ? അതായത് അമ്മയ്ക്ക് സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കുള്ളൂ. അതങ്ങനെയാണ്. അമ്മയ്ക്ക് ഏറ്റവും അമ്മനെ ഇഷ്ടമുള്ളവരായിരുന്നു അമ്മൻ്റെ അപ്പൻ.
അപ്പോൾ അമ്മൻ്റെ അപ്പൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതായത് അമ്മയ്ക്ക് ഇനി ആർക്കാണോ ഇഷ്ടം, നല്ലപോലെ ഇഷ്ടമുള്ളത് അവർക്ക് മാത്രമേ ഈ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുള്ളൂ. അത് അങ്ങനെ ഫലിക്കുള്ളൂ എന്നാണ് പറയുക. അത് സത്യമായ കാര്യമാണ്. അവർക്ക് സ്വന്തമായിട്ട് മനസ്സിൽ തോന്നണം, എന്നാൽ മാത്രമേ പറഞ്ഞു തരുള്ളൂ. അതിനെ നിർബന്ധിച്ചിട്ടോ കൊണ്ടോ ഒന്നും അങ്ങനെ അവർ പറഞ്ഞു തരില്ല. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ചത്താലും പറഞ്ഞു കൊടുത്തു. അതാണ് അല്ലേ, അത് അങ്ങനെയാണ്. അത് ഈ പഴയ ആൾക്കാർ അതിൻ്റെ വിശ്വാസം അങ്ങനെയുള്ളൂ. ഓരോ ആൾക്കാർക്ക് ഓരോ വിശ്വാസം. എനിക്കെന്തോ ഇത് എനിക്ക് മാറിയിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണത്. നിങ്ങൾക്കിനി വന്നിട്ട് മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മാറും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക്, എൻ്റെ ഏട്ടന്, കുറേ പേർക്ക് ഞാനിത് അറിഞ്ഞ ശേഷം ഞാൻ ഫുള്ളും അമ്മനെ തന്നെയാണ് കാണാൻ വരുന്നത്. അമ്മയ്ക്ക് എന്നെ അറിയാം, നല്ലപോലെ അറിയാം അമ്മയ്ക്ക്. അപ്പോൾ ഓക്കെ, ആരെങ്കിലും ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ മാക്സിമം, അതായത് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും തീരെ ഹോസ്പിറ്റലിൽ പോയിട്ട് തീരെ മാറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പറഞ്ഞാൽ ഈ അമ്മനെ ഒന്ന് കാണുക. ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ആലത്തൂർ എരുമിയൂരാണ്. എരുമിയൂർ ചേരാനാട് പറയും. ചേരാനാട് എന്ന സ്ഥലത്താണ്. ഞങ്ങൾ എന്തായാലും അമ്മൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വെച്ചാൽ മാത്രം വരിക, അല്ലാണ്ട് ഒരു നിർബന്ധമില്ല. മാറണം എന്ന് പൂർണ്ണമായ മനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇപ്പം തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് അതിൻ്റേതായ തിരക്കുകളുണ്ട്. അമ്മയ്ക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അതായത് നിങ്ങളുടെ മാറണമെന്ന് ഉദ്ദേശം ഉണ്ട് വെച്ചാൽ വരിക, ഉറപ്പായി മാറും. അത്രേ ഉള്ളൂ.